നമസ്കാരം, ഞാൻ ഷീജ നേടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത്തക്ക കറിയാണ്, അല്ലെങ്കിൽ വാഴക്കറി എന്ന് പറയും. ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്യുത്തമമായ നമ്മൾ ആരോഗ്യപരമായിട്ടൊക്കെ ഒരു നല്ലൊരു കായാണ് ഇത് ഏത്തയ്ക്ക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനും ഇത് പഴുത്ത് പൊഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമുക്കിത് വെച്ച് ഒരു കറി ഉണ്ടാക്കാം. നമുക്കിതെടുത്തിട്ട് ഒന്ന് രണ്ട് അരിഞ്ഞിട്ട് അതിന് ചെറുതായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞാൽ മതി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരുപാട് തൊലി കളയണ്ട, ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കണം. കാരണം ഇതിൻ്റെ തൊലി വരെയും നമുക്ക് ഗുണമുള്ളതാണ്. നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ ഏത്തക്ക നമ്മൾ ഈ വറക്കാനൊക്കെ എടുക്കത്തില്ലേ, എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമ്മളത് വൻപയറൊക്കെ ഇട്ട് തോരൻ വെക്കാറുണ്ട്. അതുപോലെ നമുക്കിൻ്റെ തൊലിയിൽ ഗുണം ഉള്ളതാണ്. നമ്മളെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് തൊലി എത്തിയിട്ടുണ്ട്. വെള്ളം കണ്ട ഈ രീതിയിലാണ് നമ്മൾ ചെത്തി എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നാലായിട്ട് ഇങ്ങനെ കീറിയിടുക. നമുക്ക് നാലായിട്ട് കീറിയെടുക്കാം. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് അരിയാം. എന്നാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിയുന്നത്. ഇത് നമുക്ക് ഏത്തക്കയ്ക്ക് ഇച്ചിരി വേവുള്ളതാണ്. ഇത് നാടൻ കറിയാണിത്. പണ്ട് തൊട്ട് എല്ലാവരും വെക്കുന്നൊരു നാടൻ കറിയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വേണം എല്ലാവരും അത് കാണാൻ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന കറിയാണിത്. ഏത്തക്ക കറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്നത് തന്നെയാണ്. നല്ലതുപോലെ വിളഞ്ഞൊരു കായാണിത് കേട്ടോ, നന്നായിട്ട് വിളഞ്ഞതാണിത്. ഇനി നമുക്ക് ഇത് വെള്ളത്തിലോട്ടൊന്ന് കഴുകി അങ്ങോട്ട് വയ്ക്കാം. നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് കഴുകാം. 1-2 വെള്ളത്തിലൊന്ന് കഴുകണം. ഇത് ചെത്തി എന്നാലും ഒന്ന് കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് 1-2 വെള്ളത്തിലൊന്ന് കഴുകണം. നമ്മളിത് വാഴയ്ക്ക കഴുകി വൃത്തിയാക്കിയാണ് വെച്ചേക്കുന്നത്. അത് ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു കായ് കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും കൊച്ചുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട് വാഴയ്ക്കയ്ക്ക്. 2 എണ്ണമാണ് നിങ്ങൾ കണ്ടതാണ്. ഇനി നമുക്ക് ഇത് ഒരു പാനിലെടുത്തിട്ട് ഒരു കടായി പോലെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു. പാത്രം ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വഴറ്റണം. നമുക്കന്ന് എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ആദ്യം കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ഇട്ടൊന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചവ വേണം. ഫ്ലെയിം ഫുള്ളിൽ തന്നെ വേണം വെക്കാൻ. ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചവയൊന്ന് മാറിയിട്ട് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഈ കായൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കായൂടെ നമുക്ക് ഇങ്ങോട്ട് ഇടാം. വെള്ളം ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റണം. നമ്മൾ കഴിയെടുക്കുമ്പോഴത്തോട്ട് വെള്ളമൊക്കെ പാത്രത്തിൽ കാണുമല്ലോ, അത് അങ്ങ് മാറ്റിയിട്ട് വേണം ഇടാൻ. അല്ലെങ്കിൽ ഒരു കിഴുത്തിലുള്ള പാത്രത്തിലോട്ട് വെച്ചാൽ വെള്ളം കളയണം. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഒരുമാതിരി വെള്ളം കിടക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കും. അതിനകത്തോട്ട് നമുക്ക് അല്പം ഒരു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ പച്ചവയ്ക്കൊന്ന് വന്ന് വഴണ്ട് വരണം. ഇത് സാധാരണയൊക്കെ പണ്ടായാലും ഇപ്പോഴായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് കൊടുക്കുന്നൊരു കറിയാണിത്. എല്ലാവർക്കും നല്ലതാണിത്. കൂടുതലും ഡെലിവറി കഴിഞ്ഞിടത്തൊക്കെ ഇത് കൊടുക്കും. ഈ കറി പ്രത്യേകം വെച്ച് ഇങ്ങനെ കൊടുക്കും. അതൊരു നാടൻ കറിയാണിത്. പണ്ട് മുതലേ ഉള്ളൊരു നാടൻ കറിയാണിത്. ഉള്ളിയൊക്കെ നമുക്ക് തണുപ്പാണ്. ഈ കായും ഈ ഉള്ളിയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് കൊച്ചുള്ളി എന്നൊക്കെ പറയുന്നത്. അല്പം ഉപ്പിടാം. നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം.
അതിന് വഴണ്ടിട്ടുണ്ട്. പച്ചച്ചവയൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നതൊന്ന് വേവണം. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഈ കായ ഒന്ന് വേവണം. നമുക്ക് അടച്ചു വെക്കാം. ഇത് ഒന്ന് വെന്തതിന് ശേഷം ഒരു 5 മിനിറ്റ് എടുക്കും വേവുന്നതിന്. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായി ഏത്തയ്ക്ക വെന്തിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് വെന്താണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അടുത്തത് ചെയ്യാം. ഇനി ഒരു പാനിൽ വെക്കാം. പാനിൽ ചൂടാവണം. അതിനകത്ത് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ തേങ്ങ ഇട്ടൊന്ന് വറക്കാം. അതിനകത്തോട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം. തേങ്ങ ഒരു 1.5 പിടി തേങ്ങ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. തോനെയും തേങ്ങ വേണ്ട. അത് നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കാം. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2-3 കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളകാണ് ഇടുന്നത്. 2-3 എണ്ണയേ ഉള്ളൂ, തോനെ ഇടുന്നില്ല. അതിൻ്റെ ഒരു എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ലല്ലോ, അതിന് വേണ്ടി 2-3 എണ്ണ ഇടുന്നുള്ളൂ. ഞാൻ തോനെ ഇടുന്നില്ല. പിന്നെ ചെറിയൊരു അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, മണത്തിന് വേണ്ടിയിട്ട്. നമ്മളിത് തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് നമ്മൾ എപ്പോഴും സിമ്മിലിട്ട തേങ്ങ വറക്കാവ്, ഈ കരിഞ്ഞു പോവും. അതുപോലെ നമ്മൾ മസാല ഇടുമ്പം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാല ഇടാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് മസാലകൾ കരിഞ്ഞു പോകും. എപ്പോഴും മസാല ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ മസാല ഇടാവൂ. ചെറിയ ചൂടിൽ മസാലകളൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതിയല്ലോ. അത് കറക്റ്റായിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കതിനകത്തോട്ടിനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി. ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കാം. ഒന്ന് നല്ല ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറി മതി. തീ ഒരിക്കലും കാണരുത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്ത് ഇളക്കി കൊടുക്കാൻ. ഇതൊന്ന് ചൂടാറണം. ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരയ്ക്കണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് അരച്ച് എടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. നമുക്ക് ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ജാറിലോട്ടൊന്നിടാം. നമ്മളിത് അരച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഈ അരച്ച അരപ്പിനകത്ത് നമുക്കിത് ചേർക്കാം. നമുക്ക് ഇച്ചിരി ഒന്ന് ജാറ് വഴക്കി ഒഴിക്കാം. ഒഴിക്കുകയാണിത്. ഇതൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചാൽ നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല പുഴുവുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് വേണോ ഇല്ലയോ എന്ന്. നമുക്ക് ഇച്ചിരി ഉപ്പ് വേണം. അതിന് അല്പം ഉപ്പ് ഇടാം. നമുക്ക് ഇളക്കാം.
നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കടു താളിച്ചൊഴിക്കാം. നമുക്ക് അല്പം ഇത് കടു താളിക്കാൻ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഒന്ന് പൊട്ടിയാൽ മതി. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, 1 സ്പൂണ് വെളിച്ചെണ്ണ മതി. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി അരിഞ്ഞിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചോറ് മാങ്ങ അങ്ങനെ നമുക്ക് ഈ 2 വറ്റൽമുളകും ഇട്ടേക്കാം. ഈ കരിയാപ്പിലയും ഇട്ടേക്കാം. എല്ലാം ഒന്ന് ചെറിയതായിട്ടൊന്ന് ബ്രൗൺ കളറാവണം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇതിലോട്ടൊന്ന് പകർന്നൊഴിക്കാം. നമുക്കിതൊന്ന് ഇങ്ങോട്ട് നമുക്ക് കടുവെടുത്ത് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണമൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഒന്ന് അടച്ച് വെക്കണം. ഒരു മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കണം. അടച്ച് വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ മണമൊന്നും പോകാതെ ആ കറിയിൽ ഒന്ന് പിടിക്കുകയുള്ളൂ. നോക്കാം. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക തീരുന്നതാണ് പറയുന്നത്. കണ്ടോ? നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം. അതിൻ്റെ അനന്തരം മണമാണെന്നറിയാമോ? പ്രത്യേക ഒരു മണം ഇതിന് വരുന്നത് തന്നെ. നമുക്ക് ഇച്ചിരി ഒരു അല്പം ഇട്ടൊന്ന് അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചൂട് ചോറിനൊക്കെ നല്ലതാണ്. ചോറ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കി പറയാം. നല്ലതാണ്. അതിൻ്റെ ഒരു പ്രത്യേക അടക്കംപുളിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്കുള്ളത്. അതുകൊണ്ട് ചപ്പാത്തി കഴിക്കാനൊക്കെ നല്ലതാണിത്. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്. കൂടുതൽ ചോറിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കറി ഉപയോഗിക്കുന്നത്. ചപ്പാത്തി കഴിക്കാൻ നല്ല ഈ കറി. പ്രത്യേക ഒരു മണവും പിന്നെ വടക്കംപുളിയുടെ ഒരു രുചിയൊക്കെ ഉണ്ട് ഇതിന്. അത് തേങ്ങയുടെയും നമ്മൾ എണ്ണയൊക്കെ വെച്ചാൽ വയറ്റിൻ്റെ ഏത്തക്കയുടെ എല്ലാം ഒരു രുചിയുണ്ട്. പിന്നെ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻസൊക്കെ ഞങ്ങൾക്ക് അയക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.